കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, പ്രധാന നേതാക്കളൊക്കെ ഡൽഹിയിൽ തുടരുകയാണ്. ചർച്ച തകൃതിയായി തന്നെ നടക്കുന്നു. നാളെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ? ശ്രീജ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനായി എത്തിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ ആസ്ഥാനത്ത് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കൂടാതെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായുള്ള ചർച്ചയിൽ 50-ലധികം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഏകദേശ ധാരണയിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ കമ്മിറ്റിക്ക് മുൻപാകെ കേരളത്തിലെ 50ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വയ്ക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയാലും നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് സണ്ണി ജോസഫിന്റെയും VD സതീശന്റെയും എല്ലാം തന്നെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കോൺഗ്രസ് തയ്യാറാണ് എന്നുള്ളതാണ് VD സതീശനും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. എന്നാൽ മറ്റു ചില മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് സ്ഥാനാർത്ഥി എത്താൻ സാധിക്കാത്തത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ കടുംപിടുത്തവും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി എടുത്തു പറയേണ്ടതാണ്. കൂടാതെ കണ്ണൂരിൽ K സുധാകരൻ MPയുടെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടുത്ത അതൃപ്തിയാണ് KPCC നേതൃത്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സണ്ണി ജോസഫും VD സതീശനും ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തി. ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകണ്ട എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകുന്നവരെ നേതൃത്വം ശാസിക്കുമെന്നും ആർക്കും അത്തരത്തിൽ സ്വയം പ്രഖ്യാപിക്കാനുള്ള അനുവാദമില്ലാമെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പോലും താൻ മത്സരിക്കുന്ന കാര്യം പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതുമാണ് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും K സുധാകരൻ ഡൽഹിയിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് മുൻപേ തന്നെ പാർട്ടിക്ക് അതീതമായിക്കൊണ്ട് കണ്ണൂരിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ് നേതാക്കളെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ മുതിർന്ന നേതാക്കൾ നടത്തിയത്. ഏതായാലും നാളെ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് ചേരുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുൻപാകെ കേരളത്തിൽ നിന്നുള്ള 50ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വയ്ക്കും. അക്കാര്യം ഇന്ന് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായുള്ള യോഗത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയുമായാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയത്. അക്കാര്യത്തിൽ ഏകദേശം 50ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജ. ശരി ജിഷ്ണു, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കും.